മുനമ്പം ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കോഴിക്കോട് ട്രൈബ്യൂണലിൽ നടക്കുന്ന വാദം ഇന്ന് പുനരാരംഭിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രൈബ്യൂണൽ പരിശോധിച്ചത്. അതേസമയം മുനമ്പം ഭൂമി കേസിൽ അന്തിമ ഉത്തരവിറക്കുന്നതിൽ നിന്ന് വഖഫ് ട്രൈബ്യൂണലിനെ ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. പറവൂർ സബ് കോടതിയിൽ നിന്നും മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചുവരുത്തണമെന്ന വഖഫ് ബോർഡിന്റെ ആവശ്യം തള്ളിയ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. കേസിൽ അന്തിമ ഉത്തരവിറക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിലും വാദം തുടരുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ 10 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. ഏപ്രിൽ 2ാം വാരത്തിൽ 4 ദിവസങ്ങളിലായി നടന്ന വാദത്തിൽ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചത്. എന്നാൽ ആ രേഖകളിൽ നിന്ന് ഭൂമി വഖഫാണോ ദാനമാണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്ന കോടതി നടപടികളിൽ ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച കാര്യത്തിൽ മാത്രമാണ് തീരുമാനമെടുത്തതെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചിരുന്നു. അതിനിടെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി വിൽക്കുന്നതിനല്ലേ വിലക്ക് ബാധകമാകുമെന്നും ട്രൈബ്യൂണൽ ചോദിച്ചു. മുനമ്പത്തെ ഭൂമി സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് നൽകിയെങ്കിലും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 2019 മാത്രമാണ് ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 1988-90 കാലഘട്ടത്തിൽ 225 പേർക്ക് ഭൂമി വിറ്റതായി ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലിനെ അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വിൽപ്പനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ട്രൈബ്യൂണൽ ചോദിച്ചത്. വിൽപ്പനയ്ക്ക് ശേഷമുള്ള ഭൂമി എത്രയെന്ന് അറിയിക്കാനും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളും ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്ത രേഖകളുമായിരിക്കും ട്രൈബ്യൂണൽ ഇന്ന് പരിശോധിക്കുക. ജനം, കോഴിക്കോട്.